നല്ല കുറ്റബോധമുണ്ട്. മരിച്ച ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എല്ലാരും എന്നെ ചൂഷണം ചെയ്യുന്നത് അതന്നെ. നീ ഇപ്പൊ അനുഭവിച്ചത് നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ ശരിയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം അവള്. എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും. ഈ 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ അത്രക്കും മെന്റലി ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലെങ്കിൽ എനിക്ക് ഡൗട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ, മൂന്നാർ വെച്ചിട്ട് അവൾ അവിഹിതത്തിൽ പിടിച്ചിട്ട് സൂസൈഡ് ചെയ്യാത്ത കുട്ടി ദുബായിൽ വെച്ചിട്ട് ഒരു സംഭവം ഇല്ലാണ്ട് അത് സൂസൈഡ് ചെയ്യണമെങ്കിൽ അതിലെന്തുണ്ട്? ഇനി ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമസ്കാരം, വീണ്ടും സഫ മെഹനാസ് യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, താല്പര്യമുള്ള ആളുകൾ മാത്രം കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സഫ കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് ഫ്ലിക്സ് എന്ന് പറയുന്നൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഈ പറയുന്ന റിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂവിലത് സംസാരിക്കുന്നുണ്ട്. ബാക്കി ഈ ലല്ലൂമ്പി ഫസ്മിന ഇതിനെപ്പറ്റിയിട്ടൊക്കെ പറഞ്ഞേക്കുന്നത് ഭൂലോക നുണകളും. ആ നുണകളൊക്കെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം. അത് ഈ വീഡിയോയുടെ സെക്കൻഡ് ഹാഫിലൂടെ നമുക്ക് അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടുന്ന കാര്യം, അല്ലെങ്കിൽ പുറത്ത് വരേണ്ടുന്ന കാര്യമാണ് റിഫയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള അതിനകത്തിലെ ചുരുളുകൾ അഴിയുക എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. കാര്യം അത് കൂടുതലും സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, CCTV ക്ലിപ്സ് ഓഫ് സഫ ആൻഡ് ഹെർ ലവർ എന്ന് പറഞ്ഞ ലല്ലുമ്പിയുടെ ഫോട്ടോയും ഇട്ടിട്ട്. ഇപ്പോൾ ഫസ്മിന് തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതിട്ടിട്ട്. ഇതിൻ്റെ മറുപടി നാളെ കമ്മിങ് ഇൻ യൂട്യൂബ് ചാനൽ. ഇതിൽ പറഞ്ഞേക്കുന്ന കള്ളം മൊത്തം പൊളിച്ചു തരാം സഫയ്ക്കും സഫയുടെ ലവറിനും. ഓക്കെ, ലല്ലുമ്പി എന്ന് പറയുന്ന ലവറിൻ്റെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പൊളിച്ചിടാന്ന് പറഞ്ഞ ഫസ്മിന് ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു മെഹനാസുമായിട്ട് എന്താണ് പിരിയാനുള്ളൊരു യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്. എന്താണെങ്കിലും മെഹനാസുമായിട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, നിങ്ങൾ തമ്മിൽ എന്താണ് കാരണം എന്ന്? ഫസ്റ്റ് തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത എന്നെ തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് വാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും ആള് ഉപദ്രവകാരിയാണോ? ആണ്. എനിക്ക് തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. ഗർഭിണിയായപ്പോ എന്നെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് വെച്ചാൽ 2 ആഴ്ച മുന്നേ ആ ഒരു ഒച്ചപ്പാടിന്റെ ഇടയ്ക്ക് മേനു തല്ലിയ സമയത്ത് വാക്കറിൽ ഇരുന്ന കുട്ടി അലറി. ഇവൻ അലറാൻ തുടങ്ങി എന്റെ സൗണ്ട് കേട്ടിട്ട്. മേനോനെ തല്ലുമ്പോൾ സൗണ്ട് കേട്ടൂടാ, നമ്മൾ മിണ്ടാണ്ടിക്കണം. ഞാൻ അങ്ങനെ സൗണ്ട് കേൾക്കും തോറും മേനോനെ തല്ലിക്കൊണ്ട് തന്നെ നിന്ന്. പെട്ടെന്ന് കുട്ടി അലറിയപ്പോ ഞാൻ എന്ത് വേഗം കൊച്ചിനെ പിടിച്ച് ഒക്കത്ത് വെച്ചിട്ട് ഞാൻ നീങ്ങി നിന്ന്. എനിക്ക് പേടിയായിപ്പോ, കാരണം കുട്ടികളുകൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് ഒറ്റക്കാണെങ്കിൽ ഓടി രക്ഷപ്പെടാം. പക്ഷെ കൊച്ചിനെ കൊണ്ട് എനിക്ക് പേടിയായി. മേലെ അപ്പോത്തിന് വാക്കർ എടുത്തെറിഞ്ഞ് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ്. അപ്പൊ എനിക്ക് ടെൻഷനായി, കൊച്ചിന്റെ മേത്തോണ്ട തീർന്ന്. അപ്പേക്കും മേന വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എന്റെ ഈ ഒരു സൈഡിലിട്ട് ഈ ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക, ആണുങ്ങളുടെ നടക്കൂല മേനയുടെ പരിപാടി, ആണുങ്ങൾ എങ്ങനെയാണ് ഇടിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ളിട്ട് ഇടിച്ച് നിർത്താണ്ട് ഇങ്ങനെ കുത്തി ഇടിക്കൂലേ, അങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കുട്ടി മീൻസ് അലറൂല, എന്റെ സൗണ്ട് ആയിട്ട് അവനെ ഒച്ച ഉണ്ടാക്കി. അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ അലറിയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്ത് മിണ്ടാന്നില്ല. ഞാൻ എന്ത് ചെയ്ത് മിണ്ടണ്ട, വേഗം ഇറങ്ങി പോകാന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് വേഗം കുട്ടീൻ്റെ അടുത്ത് റൂമിൽ കയറിയിട്ട് ലോക്ക് അടിച്ചിട്ട് ഞാൻ മേനന്റെ ഉമ്മാനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ ഇങ്ങനെയൊക്കെയാണ് സംഭവം, അങ്ങനെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു നിങ്ങളുടെ പറഞ്ഞതല്ലേ അവനിക്ക് ലോൺ അടക്കാൻ പറ്റൂല, എന്തിനും ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ എടുത്ത് കൊടുത്തേന്ന് ഉമ്മേന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മേനോട് ചോദിച്ചിട്ട് തന്നെയാണ് മേനോന് വാപ്പിച്ച് വണ്ടി എടുത്ത് കൊടുത്തത്. മേനോട് ചോദിച്ചു ഫണ്ട് അടക്കാൻ പറ്റുമെന്ന് മേനോട് ചോദിച്ചപ്പോൾ മേനോ പറഞ്ഞു അടക്കാൻ പറ്റുമെന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തത്. ഇമ്മാതിരി ചെയ്തപ്പോൾ ഞാൻ ഉമ്മാടുത്ത് കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു. ഉമ്മ എനിക്ക് ഇങ്ങനെ പറ്റൂല, എനിക്ക് കുട്ടീനെ ഇതാകൊണ്ട് പേടിയാണ്, കാരണം കൊച്ചു ചെറുതാ, വല്ല ട്രോമയും കാര്യങ്ങളൊക്കെ ചെറുതിലേ വന്നെങ്കിലും പോയി, വാപ്പില്ലെങ്കിൽ അത്രേ ഉള്ളൂ, എനിക്ക് ഒറ്റക്ക് നോക്കാൻ ഞാൻ നോക്കും, അവനെ എന്താണെങ്കിലും ഞാൻ ഒറ്റക്ക് നോക്കും. ഗർഭിണിയായിരിക്കെ പോലും തല്ലി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോന്നിടേ ഇതൊക്കെ. ഈ മെഹനാസിനെ പോലുള്ള ഇവന്മാർക്കൊക്കെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാനിപ്പോൾ ഈ സഫേനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ അടിപൊളി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിലാവുമ്പോഴത്തേക്കിന് തൻ്റെ പാർട്ട്ണറിൻ്റെ ശരീരം നോവിക്കാനെ കൊണ്ട് എന്ത് അധികാരമാണ് മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം വഴക്കും പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ഇടയിലും ഉണ്ടാകും. പക്ഷേ ഒരാളെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ പോലും നോവിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്, ഇപ്പം ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ പോലും സഫേനെ അങ്ങനെ ഈ പറയുന്ന തല്ലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിഫേനെ എന്തൊക്കെ മെഹനാസപ്പം ചെയ്തിട്ടുണ്ടായിരിക്കും? അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി മാനിട്ടത്. അത് കാതർകരിപ്പൊടി എല്ലാവരും വീഡിയോ ചെയ്തതാ. ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാണ് നോണ പറഞ്ഞത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന്. അവൻ പറഞ്ഞിട്ട് വന്നതാണോ? ഇത് 1 കൊല്ലം മുന്നത്തെ സംഭവമാണ്. കാര്യം 1 കൊല്ലം മുന്നേ ഇവർ വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീഡിയോസ് ഒക്കെ വന്നപ്പോഴത്തേക്കിന് ഇവർ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊക്കെ ഫേക്കാണ്, ആൾക്കാരൊക്കെ പടച്ചു വിടുകയാണ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ മെഹനാസ് തന്നെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർ ഒരുമിച്ചിരുന്നു. അപ്പോൾ ആ പറഞ്ഞതൊക്കെ കള്ളങ്ങളായിരുന്നു. അതായത് റിയൽ വീസസ് റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ മുന്നിൽ ഈ ഒരുമാതിരി കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന രീതിയിൽ കുറച്ച് പരിപാടികളാണ് കാണിച്ചത്. പിന്നെ ഈ പറയുന്ന മെഹനാസ് ഒരു സൈക്കോ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ ഒന്നും നോക്കണ്ട. ആദ്യം റിഫ അവലേഡി മരണപ്പെട്ട സമയത്തേക്ക് ലൈവ് ഇട്ടുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ ലൈവ് ഇട്ടുകൊണ്ട് പറയാൻ കാണിച്ചിരിക്കുന്ന ഒരു മനസ്സെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മെഹനാസ് എന്തോ സൈക്കോ ആണെന്ന്. മുമ്പത്തെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അതൊക്കെ അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിഞ്ഞത്.
അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുമ്പ് മെഹൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റിഫ ആയിട്ടുള്ള എന്തെങ്കിലും? അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവൾക്ക് വേറെ റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമ്മൾ ഒരാളുടെ വാക്കല്ലേ കേൾക്കണുള്ളൂ, മരിച്ചാളുടെ വാക്ക് നമുക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ സത്യം പറഞ്ഞ തോന്നുന്നെങ്കിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. മരിച്ച ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എല്ലാരും എന്നെ ചൂഷണം ചെയ്യുന്നത് അതന്നെ. നീ ഇപ്പൊ അനുഭവിച്ചത്, നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ ശരിയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം മേനോട് സൈഡ് മാത്രം കേട്ടിട്ട് അവളെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ. അത്രയും ഉപദ്രവകാരിയാണോ ഈ മെഹനു എന്ന് പറഞ്ഞ ആള്? സൈക്കോ ആണ് സത്യം പറഞ്ഞെങ്കിൽ. മെഹനു ഇപ്പൊ ചിരിച്ച ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ കരയും, ഇപ്പൊ കരഞ്ഞ ആള് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്കും മനസ്സിലാത്ത ക്യാരക്ടർ. 2 വർഷം ജീവിച്ചിട്ടുള്ള എനിക്ക് സത്യം പറഞ്ഞ ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും ആരുടെ ഭാഗത്തായിരിക്കും ഈ റിഫയുടെ കേസായാലും? റിഫക്ക് ആകെ മേന് പറഞ്ഞ റിഫക്ക് ഒരു അവിഹിതം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ മേനോടുത്ത് പറഞ്ഞിട്ട ഒരു കാര്യമാണ്, ഇതുപോലൊക്കെ ഒരു അനുഭവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിഹിതം ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ മേനോടുത്ത് പറഞ്ഞു. ഈ അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം അവള്. എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും. ഈ 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ അത്രക്കും മെന്റലി ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഈ മെഹനുവിന്റെ ആ ഒരു ഇത് കൊണ്ടായിരിക്കുമോ അവര് അവിടെ എന്താന്ന് ഫ്ലാറ്റിൽ സംഭവിച്ചതെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റൂല. കാരണം 2 വർഷം ഞാൻ പറയുന്നത് എനിക്ക് ഡൗട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ, മൂന്നാർ വെച്ചിട്ട് അവൾ അവിഹിതത്തിൽ പിടിച്ചിട്ട് സൂസൈഡ് ചെയ്യാത്ത കുട്ടി ദുബായിൽ വെച്ചിട്ട് ഒരു സംഭവം ഇല്ലാണ്ട് അത് സൂസൈഡ് ചെയ്യണമെങ്കിൽ അതിലെന്തുണ്ട്? ഇനി ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനിയും തുടരുകയാണെങ്കിൽ എനിക്ക് നല്ല ഭയമുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ട്. ഇനിയാന്ന് വരെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് മേന് പറഞ്ഞത് അവൾ അവിടെ ഒറ്റയ്ക്കല്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാണോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്? എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഇപ്പൊ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് ലാസ്റ്റ്? ഇതന്നെ പറയാനുള്ളത്. ഞാൻ ആകെ പ്രേക്ഷകർക്ക് വിഷമം എന്നുള്ള രീതിയിൽ അവളെ ഒരുപാട് പേര് സ്നേഹിച്ചവരുണ്ട്. അവളെ ഞാൻ ഏറ്റവും കുറ്റം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കുറ്റബോധമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറയരുതായിരുന്നു. ഈ 2 കൊല്ലത്തിൽ ഞാൻ ഇത്ര അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ 3 കൊല്ലത്തിൽ അവൾ അനുഭവിച്ചത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. റിഫാന്റെ വോയിസ് ക്ലിപ്പ് തന്നെ ഉണ്ട്, മാനു തല്ലിക്കൂട്ടെന്നല്ല. അതൊക്കെ ഞാൻ മാനോടുത്ത് ചോദിക്കുമ്പോൾ മാനു പറയുന്നത് അതൊക്കെ അവൾ വെറുതെ പറഞ്ഞിട്ടാണ്. ഇപ്പൊ ജംഷാദ് തോണ്ടി എന്ന് പറയുന്നതൊക്കെ ഞാൻ ചോദിച്ച സമയത്ത് അതൊക്കെ അവൾ വെറുതെ പറയുന്നതാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പൊ കുറ്റബോധം നല്ലതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാലും അന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് തന്നെയാണ്. ഇപ്പം സഫ ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കടന്നു പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത് സഫ തന്നെ വരുത്തി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കിപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമ്പോഴത്തേക്കിന് നേരെ ഈ പണ്ട് ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു നിങ്ങൾ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ഗിമിക്കൊക്കെ കാണിച്ച് പിന്നെ ഒന്നായിട്ടല്ല ഉണ്ടായിരുന്നല്ലോ. ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ പോലും തല്ലി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു ടോക്സിക് റിലേഷനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സൈക്കോ ആണ് അത് ഇത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നേരത്തെ നിങ്ങൾക്ക് പിരിഞ്ഞാതിയായിരുന്നല്ലോ. ഇതിപ്പം ആകെ മൊത്തം അടിനാശം, വെള്ളപ്പൊക്കമായിട്ട് അവിഹിതം, ഒളിച്ചോട്ടം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തത്തിൽ നാറിയിരിക്കുകയല്ലേ. ഇപ്പം റിഫ എന്ന് പറയുന്ന ആ ഒരു ലേഡി എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്തോരം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് തന്നെ പെട്ടെന്നൊരു ലൈവ് ഇതുപോലെ മെഹനാസ് വന്ന് ഇട്ടിട്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ കരഞ്ഞുകൊണ്ട് ആ ഒരു ഡ്രാമ ഒക്കെ കാണിക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് എന്താണ് സത്യത്തിൽ മെഹനാസിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കായിരുന്നോ? എന്തായിരുന്നുള്ളത് ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല. എന്താണെങ്കിലും മുമ്പ് റിഫനെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറ്റബോധം തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം ഒരു മനുഷ്യന് തെറ്റുപറ്റിപ്പോയി എന്ന് തോന്നിയിട്ട് അത് റിയലൈസ് ചെയ്യാതെ മനസ്സിലാക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതിനുശേഷം അതിൽ കുറ്റബോധം തോന്നുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ലല്ലൂമ്പി ഫസ്റ്റിനെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ഭൂലോക കള്ളങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് ആ കള്ളങ്ങൾ കേൾക്കാം. ചിത്രത്തിൽ ലല്ലു എന്ന് പറഞ്ഞ ആളെങ്ങനെ എത്തി? ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി വരാനുള്ള കാരണം, എന്റെ ടാക്സി ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഒരാൾക്ക് കൊടുത്തു, ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തു. അയാൾ കറക്റ്റിന് പേയ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. ഒരു 7 ദിവസം കഴിയുമ്പോൾ പറയും പേയ്മെന്റ് ഇട്ടറിന് ആരും പറയുമ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ കുറെ EMI കാര്യങ്ങളൊക്കെ തെറ്റി പുള്ളി കാരണം. അപ്പൊ എന്റെ GPS ഉണ്ട്, വണ്ടി എവിടെ നിൽക്കണം എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതിനുശേഷം എനിക്ക് ഫണ്ടിന് പെട്ടെന്ന് നല്ല ആവശ്യം വന്നു. ആ സമയത്ത് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് കിട്ടിയതാണ് ഇവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല, ഒരു വീഡിയോയിൽ ഞാൻ പറയില്ല, മുഖം ഇങ്ങനെ പൊത്തുന്ന ഒരു വീഡിയോ ഒരാളുണ്ടെന്ന്. അയാളാണ് വണ്ടി, നാജി എന്നാണ് പേര്, അവനാണ് ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത്. ഓന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇവൻ വരുമ്പോ ഇവന്റെ ബാഗിൽ ഈ നാജിന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന്. അപ്പൊ അവനിക്ക് പുതിയ ഫ്ലാറ്റ് നോക്കണ വരെ അവനിക്ക് വേറെ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ റൂമിൽ ആ സാധനം വെച്ചത്. എന്റെ ഫ്ലാറ്റിൽ അവന്റെ ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ലല്ലുവിന്റെ ടീഷർട്ട്, ലല്ലുവിന്റെ എന്താ പ്രൂഫ്, ലൈസൻസ് കാര്യങ്ങള്, ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെ അവന്റെ ബാഗിൽ എത്തിയെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് രണ്ടാമത് ചോദിച്ചാൽ അറിയില്ല, കാരണം ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവനും. അപ്പൊ ആ ഒരു സാധനമാണ് മാനുവിന് കിട്ടിയത്. എന്റെ ഡോറ് ലോക്ക് തല്ലി പൊട്ടിച്ച സമയത്ത് മാനുവിന് കിട്ടിയത്. ആ ഒരു ഡ്രസ്സ് അവൻ റീലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം ലല്ലുവിന്റെ ഡ്രസ്സാണ്. പിന്നെ പ്രൂഫിൽ തന്നെ ലല്ലു ഉണ്ട്. അപ്പൊ തന്നെ മാനു ഫസ്മിനാക്ക് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്റെ വൈഫ് അവനായിട്ട് അത് ഇത് റൂമിൽ ഒളിച്ചോടി പോയിന്നല്ല, വേറെ ടൈപ്പിലാണ് പറഞ്ഞത്. ഞാൻ ഫ്ലാറ്റിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഇവിടെ ടിഷ്യൂ എടുക്കുന്നുണ്ട്, അവളുടെ ഇന്നേഴ്സ് കിടക്കുന്നുണ്ട്. സ്വാഭാവികം നമ്മളെ ഡ്രസ്സ് ഇടുമ്പോൾ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. മാനു എന്തൊക്കെയോ റൗണ്ട് ചെയ്ത് കൂട്ടിയിട്ട് ടിഷ്യൂല് മറ്റതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു.
അതായത് ആ ടിഷ്യൂവിനകത്ത് സംഭവമൊക്കെയാണ് എന്നൊക്കെ അവൻ ഇതെല്ലാം കൂടെ ക്ലെയിം ചെയ്ത് അതിനകത്ത് വെച്ചേക്കാണെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്ന സംഭവം. അതിൻ്റെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ടായിരുന്നു മൈനാസ് ഇതെടുത്തേക്ക്. ഞാൻ ആ വീഡിയോ ഞാൻ എന്താണെങ്കിലും ഇങ്ങോട്ട് വെക്കുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന മറ്റൊരു സാധനമില്ലേ, അതായത് ലല്ലുവിൻ്റെ ഷർട്ട് അവിടെ എങ്ങനെ വന്നു, അതിപ്പം ചിലപ്പോൾ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ വന്ന ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഷർട്ട് കണ്ടു അല്ലെങ്കിൽ ടീഷർട്ട് കണ്ടു എന്നൊരു സാധനം പറഞ്ഞു. ശരിയാണ്, ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലും സെക്കൻഡ് വീഡിയോയിലും എനിക്ക് തോന്നുന്നു തേർഡ് വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞെന്ന് തോന്നുന്നു. ഇതിനകത്തെല്ലാം ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഈ പറയുന്ന മെഹനാസ് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ലല്ലൂമ്പയുടെ ഒരു ഫോട്ടോ ഞാനത് ഒന്നും കൂടെ ഞാനിവിടെ വീണ്ടും ഇവിടെ ഞാൻ കൊടുക്കാവേ. ഈ ഒരു ടീഷർട്ട് അയയിൽ വിരിച്ചിട്ടേക്കാണ്. ഓക്കെ, ഇതിപ്പം അവിടെ വീട്ടിൽ ആ ഒരു ഫ്ലാറ്റിൽ അങ്ങനെ കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ വിരിച്ചിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ലല്ലൂമ്പി വന്നിട്ട് അവിടെ കഴുകി വിരിച്ചിട്ടോ അതോ സഫ വന്നിട്ട് കഴുകി വിരിച്ചിട്ടാണോ അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് അവിടെ ഇങ്ങനെ കൊണ്ട് വിരിച്ചിട്ടതാണോ? അല്ല, അതിൻ്റെ കൂടെ ഒരു ക്ലാരിറ്റി പറഞ്ഞു. എന്താണെങ്കിലും ഇതിനകത്ത് എങ്ങനെ ആ ഒരു ടീഷർട്ട് അവിടെ വന്നു എന്നുള്ള കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഡ്രസ്സ് വന്നു എന്നുള്ളൊരു ക്ലാരിറ്റി എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ സഫ പറഞ്ഞു. പക്ഷേ ഈ അയലി വിരിച്ചിട്ടത് സഫയാണോ ലല്ലു ആണോ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതെനിക്ക് മനസ്സിലായി. കാര്യം അത്രയും വലിയൊരു സ്വാതന്ത്ര്യം ലല്ലൂമ്പിക്ക് അവിടെ ഉണ്ടായിരുന്നു. ലല്ലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒരു ബന്ധമില്ല. അപ്പൊ ഫ്ലാറ്റിൽ ഇപ്പൊ താമസിക്കുന്നത് കൊച്ചും മാത്രം. ലല്ലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരു ബന്ധമില്ല കേട്ടോ. എന്താണെങ്കിൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫസ്മിന എന്തെങ്കിലും വീഡിയോ ഇടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കി കേൾക്കാം. ഹൈറ്റ് ഇല്ലാത്തതാണ്. ലല്ലുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ലല്ലുവിനെ എങ്ങനെ കൂടുതലായിട്ട് അറിയുന്നത്? എനിക്ക് അറിയൊന്നുമില്ല. വേറൊരു കാര്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രൈവർമാരാണ്, അവരെയൊക്കെ വീട്ടിൽ കയറ്റാം, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തല്ല. ജസ്റ്റ് ബാഗ് ഒക്കെ ഇറങ്ങാം. പിന്നെ എഗ്രിമെന്റിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അന്നാണ് ലല്ലുവായിട്ട് വന്നത്. ഇവർ രണ്ടാളും വന്നിട്ട് എഗ്രിമെന്റിന്റെ കാര്യം നമുക്ക് സംസാരിക്കാനും വണ്ടി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മള് കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് പോയിട്ടുണ്ട്. അന്നത്തെ ദിവസം തോന്നുന്നു ലല്ലു ലൈവ് ഇട്ടിട്ട് കുട്ടീനെ കാണിച്ചു. അന്ന് എന്റെ ഫ്ലാറ്റിലുണ്ടായത്. അത് നമ്മള് എഗ്രിമെന്റിന്റെ കാര്യത്തിന് വേണ്ടി പോകാൻ നിൽക്കുന്ന ദിവസം. അത് രണ്ടാളും ഉണ്ട്. അവൻ മാത്രമല്ല, എന്റെ ഡ്രൈവറും ഉണ്ട്, ഞാനും ഉണ്ട്. ഈ ലല്ലു എന്ന് പറയുന്ന പുള്ളി ഫാമിലി ആണോ? എങ്ങനെയാണ് പുള്ളിയുടെ ഫാമിലി? കല്യാണം കഴിച്ചാണോ? ഈ ഫസ്മിനായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ പിരിഞ്ഞു. അല്ല, ഇത്രയും വലിയ സ്വാതന്ത്ര്യം ലല്ലൂമ്പിക്ക് അവിടെ ഉണ്ടായിരുന്നു. ലല്ലൂമ്പിയായിട്ട് ഈ പറഞ്ഞ ഡ്രൈവറിന്റെ സുഹൃത്തായിട്ട് ആ ഒരു രീതിയിൽ മാത്രമാണ് അറിയുന്നത് എന്നുള്ളതാണ് ഇവിടെ സഫ പറയുന്നത്. ഫസ്മിനയുടെ ചാറ്റ് ഫസ്മിനെ പുറത്തിട്ട ചാറ്റ് നമ്മൾ കണ്ടിരുന്നു. അതിനകത്ത് എടി മോളെ നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട, നീ ഓക്കെ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. എന്നിട്ട് നേരെ മിസ്രിയുടെ അടുത്ത് പോയിട്ട് തെറി വിളിക്കുന്നു. അതിന്റെ കുറച്ച് സാധനങ്ങളൂടെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് അത് ഫസ്മിനെ ത്രൂ അല്ല കേട്ടോ അറിയണം. ഈ പറയുന്ന കോണ്ടാക്ട് ഒക്കെ വന്നിരിക്കുന്നത് ഈ ഡ്രൈവറെ ത്രൂ ആണ്. എന്നിട്ട് ഫസ്മിനയുടെ ചാറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, എടി അവന്റെ സ്നാപ്പിന്റെ പുതിയ ഐഡിയ ഏതാ, എന്റെ മെയിൽ ഐ ഡി ഒന്നും കാണില്ലല്ലേ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ ഈ പറഞ്ഞ സ്നാപ്ചാറ്റ് ത്രൂ കോണ്ടാക്ട് ചെയ്യുകയും ഞാൻ ഇട്ട് നോക്കട്ടെ എന്തോ അവൻ പറയുന്ന അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഈ പാമ്പിനെ പോലെ ബാക്കുന്ന ഒരു ഒറ്റ കൊത്തായിരുന്നു ഫസ്മിനയ്ക്ക് ഈ സഫ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. ഇപ്പൊ പറയുന്നു അങ്ങനെയൊന്നും അല്ല. അപ്പം സ്വന്തം വീട്ടിൽ അങ്ങനെ അത്രയും വലിയ പരിചയമൊന്നും ഇല്ലാത്ത, അത്ര വലിയ കമ്പനിയൊന്നും അല്ലാത്ത ഒരാൾക്ക് സ്വന്തം വീട്ടിന് വന്നിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ടൊരു ലൈവ് ഇടാൻ, ആ തുണിയൊക്കെ അയയിൽ വിരിച്ചിടുന്നത്, അതുകൂടാതെ ഈ പറയുന്ന ലൈവ് ഇടാൻ വരെ ഒരു സ്വാതന്ത്ര്യം ലല്ലൂമ്പിക്ക് ആ ഒരു വീട്ടിലുണ്ടായിരുന്നു. ആ ഒരു മഹാമനസ്കത നിങ്ങളാരും കാണാണ്ട് പോകരുത്. ഇവരെല്ലാവരും ഭയങ്കര മഹാമനസ്കതയുള്ള ആൾക്കാരാണ്. മെഹനാസ് ആണെങ്കിലും സഫയാണെങ്കിലും. അവരുടെ ഇപ്പത്തെ വീഡിയോ ഇട്ടത് ഞാൻ ഫസ്മിനായിട്ട് മുന്നേ കമ്പനി ഉണ്ടായിരുന്നു. കാരണം അവളുടെ കുറച്ച് സാഡ് വീഡിയോസ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്, സാഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ എന്നെ കൊണ്ട് മിസിരിയ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്ക്, ഞാൻ ഇന്നതുപോലെ പറഞ്ഞുതരാം, നീ അതുപോലെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു ഫസ്മിന. ആ ഒരു ചാറ്റൊക്കെയാണ് ഇപ്പൊ എടുത്ത് വീഡിയോ ചെയ്തേക്കുന്നത്, പഴയ കാര്യങ്ങൾ. സഫ കള്ളം പറയുമ്പോൾ കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് പറയൂ കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഫസ്മിന സഫയുടെ അടുത്ത് പറഞ്ഞു മിസ്രിയുടെ അടുത്ത്. ഈ മിസ്രിയ എന്ന് പറയുന്നത് ഫസ്മിനെ ലല്ലൂമ്പി ഒരുമിച്ച് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ടൈമിൽ, ഐ മീൻ വിവാഹിതരായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിൽക്കുന്ന ടൈമിൽ ലല്ലൂമ്പി മറ്റൊരു ബന്ധത്തിൽ പോയിരിക്കുന്ന വ്യക്തിയായിരുന്നു മിസ്രിയ. അപ്പൊ ഈ മിസ്രിയയ്ക്ക് ഈ സഫ മെസ്സേജ് അയച്ചേക്കുന്നത് ഫസ്മിനെ പറഞ്ഞിട്ടാണെന്ന്. ഫസ്മിനെ തന്നെ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് സഫ ഇതുപോലെ പോയി മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഫസ്മിനെ ആ ഒരു ചാറ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളപ്പം അതല്ല ഫസ്മിനെ ഇതുപോലെ സഫയുടെ അടുത്ത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു ചാറ്റ് കാണിക്കും. ഫസ്മിനെ പറഞ്ഞു, അതായത് ഇതാണ്ട് നീ പോയിട്ട് മിസ്രിയയ്ക്ക് ഒരു മെസ്സേജ് അയക്കണേ, നീ പോയി തെറി വിളിക്കണേ, അല്ലെങ്കിൽ ലല്ലൂമ്പിയോട് ഇങ്ങനെ പറഞ്ഞേ എന്ന് ഫസ്മിനെ പറഞ്ഞതായിട്ടുള്ളൊരു ചാറ്റോ വോയിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കൂ. അപ്പം എങ്കിലല്ലേ കുറച്ചുകൂടെ കൺവിൻസിങ് ആവുള്ളൂ. എന്ത്
ഈ കള്ളം പറയുമ്പോൾ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് പറയൂ സഫയ്ക്ക് ലല്ലൂമ്പി കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയും ലല്ലൂമ്പി അത് ആര് എനിക്ക് അറിയത്തില്ല, അതുകൂടെ പറയൂ ഇനി. എന്നിട്ട് ലല്ലൂമ്പിനെ ഒട്ടും അങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഇത്രയൊക്കെ കണ്ടിട്ടു ഫസ്മിനോട് അത്രയും മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് അവൻ അങ്ങനെ ചെയ്തവനെ നീ കാര്യം വെക്കണ്ട അത് ഇതെന്നൊക്കെ പറഞ്ഞ് അത്രയും പറഞ്ഞ വ്യക്തി പിന്നീട് ഇതേ ലല്ലൂമ്പിക്ക് ഇങ്ങനെയുള്ള ലല്ലൂമ്പി ആണെന്നുള്ളത് അറിഞ്ഞിട്ടും വീട്ടിൽ ഇത്രയും വലിയ സ്വാതന്ത്ര്യം, സ്വന്തം വീട്ടിൽ വന്ന് ലൈവ് ഇടാനും അതേപോലെ ടീഷർട്ടൊക്കെ വിരിച്ചിടാനും അങ്ങനത്തെ കുറച്ചൊക്കെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് പറയാം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് മെയിൻ സ്ട്രീം മണ്ണിനെ എടുത്തേക്കുന്ന ഒരു 2-3 ബൈറ്റ് ഉണ്ട്, അതിനകത്തുള്ള സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇനി ഫസ്മിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അതുകൂടെ അങ്ങോട്ട് വെക്കാം. ഫസ്മിനയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇപ്പൊ എനിക്ക് മനസ്സിലായ അനുസരിച്ച് ഞാൻ ഇതുപോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. അത്രക്കും ഒരു സൈക്കോ ക്യാരക്ടർ. മേനോടെ ഇവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു സാമ്യമുണ്ട്. ഭയങ്കര സൈക്കോ മീൻസ് ഇപ്പൊ നമ്മളിപ്പോ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ട്ണറുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം, ഇന്നത് കൊണ്ട് ഡിവോഴ്സ് ആയി പറയാം. അതിനുശേഷം ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് അവരെ തന്നെ ചൂഷണം ചെയ്യുന്ന അവർക്കില്ലൊരു ലൈഫ്. 10-25 എത്രയോ വയസ്സായിട്ടുള്ളൂ അവനിക്ക്. അപ്പൊ അവനിക്കും ഇല്ല ലൈഫ്. ഇതുപോലെ ഇട്ടോണ്ടിരുന്ന അത് അവന്റെ ഫ്യൂച്ചറിനല്ലേ ബാധിക്കണം. ഇനിയിപ്പോ അവന്റെ ലൈഫ് അവനിക്ക് ഇഷ്ടം, ആർക്ക് മെസ്സേജ് അയക്കണം, ആർക്ക് വിളിക്കണം എന്നുള്ളത്. അത് ഇവളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെയാണ് അവളുടെ ക്യാരക്ടർ. ഇതിനകത്ത് ഫസ്മിന ഒരു സൈക്കോ ആണെന്നുള്ള രീതിയിലാണ് ഇവിടെ സഫ പറഞ്ഞേക്കുന്നത്. ഫസ്മിന സൈക്കോ ആകുമ്പം ഈ കോണ്ടന്റ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. ഫസ്മിന ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ സഫേനെ എന്ത് പേരിട്ടപ്പോൾ പറയുക? എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയണില്ല. അതാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.